ഇനി നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 29-ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി റൈറ്റ് ആംഗിൾസ് ഡു ദ വിൻഡോസ് ഓഫ് യുവർ ക്ലാസ് റൂം കണ്ടെയ്ൻസ്? ഡു യു സീ അതർ റൈറ്റ് ആംഗിൾസ് ഇൻ യുവർ ക്ലാസ്? അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ വിൻഡോയിൽ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് റൂമിൽ വേറെ ഏതെങ്കിലും റൈറ്റ് ആംഗിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടുത്തെ വിൻഡോയിൽ ചില ക്ലാസ്സുകളിൽ സിംഗിൾ വിൻഡോസ് ആയിരിക്കും അല്ലേ, അതായത് ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലായിരിക്കും വിൻഡോ വരിക. ചിലപ്പോൾ രണ്ട് ഇത് മാത്രമേ നിങ്ങളുടെ ക്ലാസ്സിലെ വിൻഡോസിന് കാണത്തുള്ളൂ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നതിൽ വലിയൊരു വിൻഡോ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫുൾ ടേണിന്റെ 1/4 ടേൺ ആണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് എൽ ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾസ് എത്രയുണ്ട്? ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. അപ്പൊ എത്ര വിൻഡോ ഉണ്ടോ അതനുസരിച്ച്, നിങ്ങളുടെ ക്ലാസ് റൂമിന് എത്ര വിൻഡോസ് ഉണ്ടോ അതനുസരിച്ച് റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ, ഈ എൽ ഷേപ്പിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വിൻഡോയിലല്ലാതെ വേറെ എവിടെയെങ്കിലും റൈറ്റ് ആംഗിൾ നിങ്ങളുടെ ക്ലാസ്സിൽ കാണാൻ കഴിയുമോ? നമ്മുടെ ടേബിളിന് റൈറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലേ, ഇങ്ങനെ വരുന്ന പോർഷനിൽ റൈറ്റ് ആംഗിൾസ് ഉണ്ട്. അതുപോലെ ചെയറിൽ നമുക്ക് റൈറ്റ് ആംഗിൾസ് കാണാം, നമ്മുടെ വോളിൽ റൈറ്റ് ആംഗിൾസ് കാണാം. അപ്പം അങ്ങനെയുള്ളിടത്തെല്ലാം നമുക്ക് റൈറ്റ് ആംഗിൾസ് കാണാൻ കഴിയും. അത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജോയിൻ എ ടു ദി അതർ ഗ്രിഡ് പോയിന്റ്സ് ഇൻ ദ ഫിഗർ ബൈ എ സ്ട്രൈറ്റ് ലൈൻ ടു ഗെറ്റ് എ സ്ട്രൈറ്റ് ആംഗിൾ. വാട്ട് ആർ ഓൾ ദ ഡിഫറെന്റ് വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്? അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇവിടെ എ എന്നൊരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ എ നമുക്ക് അതർ ഗ്രിഡ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കിവിടെ സ്ട്രൈറ്റ് ആംഗിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ എ വേണം ചെയ്യാനായിട്ട്. അപ്പൊ എ നമുക്ക് എങ്ങോട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് സ്ട്രൈറ്റ് ആംഗിൾ കിട്ടും? ഇങ്ങോട്ട് ചെയ്തെങ്കിലേ സ്ട്രൈറ്റ് ആംഗിൾ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആംഗിൾ കിട്ടി. എ ഇനി വേറെ എങ്ങോട്ട് ഇത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? സ്ട്രൈറ്റ് ആംഗിൾ കിട്ടില്ല. സ്ട്രൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഹാഫ് ടേൺ ആണ്. ഇങ്ങനെ മാത്രം ചെയ്താലേ നമുക്കിവിടെ സ്ട്രൈറ്റ് ആംഗിൾ കിട്ടൂ. ഇനി സെക്കൻഡ് വണ്ണിൽ സ്ട്രൈറ്റ് ആംഗിൾ കിട്ടണേ എങ്ങോട്ട് ജോയിൻ ചെയ്യണം? ഇങ്ങനെ ജോയിൻ ചെയ്താൽ മാത്രമേ സ്ട്രൈറ്റ് ആംഗിൾ കിട്ടത്തുള്ളൂ. വേറെ എങ്ങോട്ട് ചെയ്താലും നമുക്ക് സ്ട്രൈറ്റ് ആംഗിൾ കിട്ടത്തില്ല. Now join A to other grid points in the figure by a straight line to get a right angle. അപ്പോൾ എയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതർ ഗ്രിഡ് പോയിന്റിനെ ജോയിൻ ചെയ്തിട്ട് റൈറ്റ് ആംഗിൾ ഇവിടെ നമുക്ക് കിട്ടണം. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനത്തെ ഷേപ്പിൽ വരുന്നതാണ്? എൽ ഷേപ്പിൽ വരുന്നതാണ്. അപ്പൊ റൈറ്റ് ആംഗിൾ കിട്ടണമെങ്കിൽ എങ്ങോട്ട് ജോയിൻ ചെയ്യണം? നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടും. ഇപ്പൊ ഇവിടെ കിട്ടിയത് റൈറ്റ് ആംഗിൾ ആണ്, ഇതും റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇതിന് ഞാൻ ഡി ഇ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ ഡി എ ബി ഒരു റൈറ്റ് ആംഗിൾ ആണ്, ആംഗിൾ ജി എ ഇ അടുത്ത റൈറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് ഈ എ ഇങ്ങോട്ടൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് അടുത്ത റൈറ്റ് ആംഗിൾസും കിട്ടും. ഇതിന് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഡി എ സി ഒരു റൈറ്റ് ആംഗിൾ ആണ്, ഇ എ സി അടുത്ത റൈറ്റ് ആംഗിൾ ആണ്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈനിനെ നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടണമെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം? എൽ ഷേപ്പിൽ വരണം അല്ലേ. അപ്പൊ നമുക്കിതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇങ്ങോട്ടൂടെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് 4 റൈറ്റ് ആംഗിൾസ് ഇവിടെ കിട്ടും. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, അടുത്തത് ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ എ ബിയിൽ നിന്ന് എയിലേക്ക് റൈറ്റ് ആംഗിൾസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ 2 റൈറ്റ് ആംഗിൾസ് കിട്ടും. ഇങ്ങോട്ടൂടെ നീട്ടി വരച്ചായിട്ട് 4 റൈറ്റ് ആംഗിൾസ് ആകും. അടുത്തത്, get a slanting crease on the paper. Now try to get
another crease and it is perpendicular to the slanting crease. How many right angles do you have now? Justify why the angles are exact right angles. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മളോട് ഒരു പേപ്പറിൽ സ്ലാൻഡിങ് ക്രീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ പിക്ചർ വരച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പേപ്പർ. ഇവിടെ ഈ പേപ്പറിനെ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, ചരിച്ചു ഫോൾഡ് ചെയ്തു. എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? Now try to get another crease that is perpendicular to this slanting crease. അതായത് ഈ സ്ലാൻഡിങ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ വേറൊരു ക്രീസും കൂടെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തത് ഇങ്ങനെ ഉണ്ടാക്കണം അല്ലേ? പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിള് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ മാത്രമേ ആ ലൈൻസിനെ നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിള് എൽ ഷേപ്പിലാണ്, അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. നാലും എൽ ഷേപ്പിലാണ്. നിങ്ങൾ പേപ്പർ എടുത്ത് മടക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ചത് കൊണ്ടാണ് ചെറിയ വളവുകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര റൈറ്റ് ആംഗിൾസ് കിട്ടി? 4 റൈറ്റ് ആംഗിൾസ് നമുക്ക് ഇവിടെ കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഹൗ മെനി റൈറ്റ് ആംഗിൾസ് ഡു യു ഹാവ്? എത്രയുണ്ട്? 4 റൈറ്റ് ആംഗിൾസ് ഉണ്ട്.